ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരു ഇമെയിലാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ തിരക്കുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും തിരക്കുള്ള ഒരാൾക്ക് പുതിയ ജോലികൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായം നിങ്ങൾക്ക് തേടാൻ സാധിക്കും. അതിൽ നിന്നും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള 5 വെബ്സൈറ്റ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 5 വെബ്സൈറ്റ്സിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ് ദ വീഡിയോ. 2 കാര്യങ്ങളാണ് CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഓരോ ജോലിക്കും നിങ്ങൾ CV ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മസ്റ്റായിട്ടും. ജോലിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് CV ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. രണ്ടാമത്തേത്, ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ നമ്മൾ ബീറ്റ് ചെയ്തിരിക്കണം മസ്റ്റായിട്ടും. ഈ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിലും പറയുന്നതാണ്. ഈ പറയുന്ന വെബ്സൈറ്റുകളിലും ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ എബിലിറ്റി എന്ന് പറയുന്നത് ജോബിനനുസരിച്ച് നിങ്ങൾ റീഡ് ചെയ്യുക പോലും ചെയ്യാതെ നിങ്ങളുടെ CVയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. വിത്തിൻ 5 മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഇപ്പോൾ ഉള്ള CVയെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ജോബിനനുസൃതമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CV മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ പറയാം, CV റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള 4 റീസൺസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന്, നോട്ട് ഹാവിങ് ഇനഫ് കീവേഡ്സ്, അതായത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് നിങ്ങളുടെ CVയിൽ ഉണ്ടാകാതിരിക്കുക. 2, നോ ലോക്കൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ ഇല്ല, നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ. പക്ഷേ വറി ചെയ്യേണ്ട, ഈ വീഡിയോ തുടർന്ന് വാച്ച് ചെയ്തുള്ള എങ്ങനെയാണ് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ CV നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറയുന്നതായിരിക്കും ക്ലിയർ ആയിട്ട്. മൂന്നാമത്തേത്, ജനറൽ ആയിട്ടുള്ള ഒരു CV എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുക. നാലാമത്തേത്, നോട്ട് ഇംപ്രസിംഗ് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാതെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അൺലൈക്ലി ആണ്. കാരണം അതാണ് ആദ്യത്തെ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ജോലി നിങ്ങൾ ഡയറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്ക് CV സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കാം. അതല്ലാതെ നിങ്ങളൊരു ജോലിക്ക് ജനറിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഏതൊക്കെയാണ് ആ വെബ്സൈറ്റ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഓരോന്ന് ആയിട്ട് നോക്കാം. ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ 1.25 സ്പീഡിലേക്ക് ഇട്ടേക്കുക, കാരണം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് നമുക്ക് പോയി നോക്കാം ആ 5 വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻവ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഒരുപക്ഷെ ക്യാൻവ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ ഡിസൈൻസ് അവൈലബിൾ ആണ് പലതരത്തിലുള്ള CVകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ പ്രോസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള CVകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ക്യാൻവ വെച്ച്. അതുപോലെ തന്നെ ഈ ക്യാൻവയിൽ യൂസ് ചെയ്യുമ്പം ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് പലതരത്തിലുള്ള CV നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നതായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേയധികം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ CVയെ. അതായത് ടെംപ്ലേറ്റ്സ് ചേഞ്ച് ചെയ്യുക, ഫോൺസ് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പേഴ്സണലൈസേഷനൊക്കെ ക്യാൻവ വഴി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത CV മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അവരുടെ ഫീഡ്ബാക്കും കൊളാബറേഷനും ഒക്കെ സ്വീകരിക്കാനും ഒക്കെ ക്യാൻവയിൽ സാധിക്കും. ഇനി ഇതിൻ്റെ കുറേ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ATS ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇല്ല. അതായത് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇതിനില്ല. അതിനുവേണ്ടി നിങ്ങൾ അടുത്ത 4 പ്ലാറ്റ്ഫോംസാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് ക്യാൻവ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ ഈ ക്യാൻവ ഒഴികെ പറയുന്ന മറ്റ് 4 പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിലെ കണ്ടൻറ്റ് ക്യാൻവ ഉപയോഗിച്ച് വിഷ്വലി അപ്പീലിംഗ് ആക്കുക. അപ്പോൾ ഒന്നുകൂടി ചാൻസ് കൂടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ATS ഒപ്റ്റിമൈസേഷൻ ഇല്ല. പിന്നെ ഫോർമാറ്റിംഗ് ഇഷ്യൂവിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതായത് ഇതൊന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിനെ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലേക്കോ PDF-ലേക്കോ കൺവേർട്ട് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. ഫോക്കസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഡിസൈനിലാണ്, അല്ലാതെ അതിൻ്റെ കണ്ടൻറ്റിൽ ക്യാൻവ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കീവേഡും ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റവുമാണെങ്കിൽ ക്യാൻവ അത് രണ്ടിനും ഫോക്കസ് കൊടുക്കുന്നില്ല. പക്ഷേ ഡിസൈൻ എലമെൻറ്റ്സിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാൻവ CV ക്രിയേറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ഈ പേജിൽ നിങ്ങളെത്തും. അതിനുശേഷം ക്രിയേറ്റ് CV കൊടുത്തതിന് ശേഷം നമ്മൾ എത്തുന്നത് പ്ലാറ്റ്ഫോമിലേക്കാണ്. നമ്മൾ ക്യാൻവയുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കാണിക്കും ഏതൊക്കെ ഡിസൈൻസാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിലൊരെണ്ണം താഴോട്ട് പോയി ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഒരെണ്ണം അപ്പീലിംഗ് ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം.
ഇത് സെലക്ട് ചെയ്യുമ്പം ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഓരോ കണ്ടൻറ്റും പോയി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം തന്നെ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ പേരിൽ മാറ്റി എൻ്റെ പേരിലേക്ക് മാറ്റി, ഇനി എൻ്റെ പ്രൊഫഷനിലേക്ക് മാറ്റി. വളരെ ഈസിയാണ് ഇത് ചേഞ്ച് ചെയ്യാനും ഒക്കെ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ക്യാൻവ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ മാറ്റി നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനൊന്നും ഈ പ്ലാറ്റ്ഫോം സഹായിക്കില്ല. എനിവേ, ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് PDF ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ JPG ആയിട്ടോ അല്ലെങ്കിൽ GIF ആയിട്ടോ എന്ത് ഫയലായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള CV വേണമെങ്കിൽ മാത്രമാണ്. അടുത്ത പ്ലാറ്റ്ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാൻവയിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് റെസി എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പിനോട് കൂടി നിങ്ങൾക്ക് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ റെസി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ATS ഒപ്റ്റിമൈസേഷനും അതുപോലെ കീവേഡ് സ്കാനറും ഇതിൻ്റെ അകത്ത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു CV കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കീവേഡ് ആവശ്യമായിട്ടുള്ളതുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്ന സിസ്റ്റവും അതുപോലെ അപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്ന സിസ്റ്റവും ഈ വെബ്സൈറ്റിനുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ഫ്രീ വേർഷനും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പെയ്ഡ് വേർഷനും അവൈലബിൾ ആണ്. മറ്റേതൊരു വെബ്സൈറ്റും എന്ന പോലെ തന്നെ പെയ്ഡ് വേർഷനിൽ കൂടുതൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് ഇത്. അതുപോലെ തന്നെ ഇതിന് AI സപ്പോർട്ട് വളരെയധികമായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ CV മേക്ക് ചെയ്തെടുക്കാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ATS ഒപ്റ്റിമൈസേഷനാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ വളരെ ലിമിറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ക്യാൻവയിൽ കണ്ട പോലെ ഡിജിറ്റലി കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതുപോലെ ടെംപ്ലേറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെസിക്ക് ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ള പ്ലാനുണ്ട്. ഫ്രീ പ്ലാൻസിന് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസ് ഓപ്ഷനും ലിമിറ്റഡ് ആണ്. അടുത്ത പ്ലാറ്റ്ഫോമാണ് എൻഹാൻസ് CV എന്ന് പറയുന്നത്. ഇത് മുമ്പേ പറഞ്ഞ റെസി പ്ലാറ്റ്ഫോമുമായിട്ട് വളരെ അധികം സാദൃശ്യതയുള്ള ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് ChatGPT ഇൻപുട്സ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് വളരെയധികം കൂടുതലാണ് റെസിയെ കഴിഞ്ഞും ഈ എൻഹാൻസ് CV വെബ്സൈറ്റിൽ. അതുപോലെ ChatGPT ആണ് ഇതിൻ്റെ സജഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സും അതുപോലെ ATS ബീറ്റിങ്ങും ഒക്കെ തന്നെ ഇതിൽ അച്ചീവബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഓൺ യുവർ അക്കംപ്ലിഷ്മെൻ്റ് ആണ് ഈ CV പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയറിൽ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ഫീച്ചേഴ്സ് വളരെ കുറവാണ് ഇതിലും. അതുപോലെ തന്നെ പെയ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ചിലപ്പോൾ $3 $4 പെർ മന്ത് ഒക്കെയാണ് വരാറുള്ളത്. അത് വർത്താണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിനൊക്കെ തന്നെ ഇതിനുള്ള എബിലിറ്റി, അതായത് നിങ്ങളൊരു CV കൊടുത്തു കഴിഞ്ഞാൽ ആ CVയെ എങ്ങനെ ജോബിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ചേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും എന്നുള്ള എബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ $3 എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു CVയെ ഓരോ ജോലിക്കും വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾ 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ മിനിമം സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ $20 ആണ്. അപ്പോൾ $20 അടുത്താണ്. അപ്പോൾ ആ $20 പോലും നിങ്ങൾക്ക് ആവുന്നില്ല, $3 പെർ മന്തേ ആവുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് വർത്ത് ദ സബ്സ്ക്രിപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട്. അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എൻഹാൻസ് CV എന്ന് പറയുന്നത് യൂസർ ഇൻപുട്ട് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതായത് മാനുവലായിട്ടുള്ള ഇൻപുട്ട് കൂടുതൽ ആവശ്യമാണ് ഈ റെസ്യൂമെ നല്ല ബെസ്റ്റ് റെസ്യൂമെ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിൻ്റെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണുന്ന പോലെ കുറേയധികം ക്രിയേറ്റീവ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ട്രഡീഷണൽ ടെംപ്ലേറ്റ് ഉണ്ട്, മോഡേൺ ടെംപ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ സിമ്പിൾ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ റെസ്യൂമെ റൈറ്റിംഗ് ഗൈഡ്സ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. റെസ്യൂമെ സമ്മറി, റെസ്യൂമെ ഫോർമാറ്റ് എങ്ങനെ, അതിനെക്കുറിച്ച് കുറച്ച് ഗൈഡൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്യാൻ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റുകളുണ്ട്, ടെംപ്ലേറ്റുകൾ പലതുണ്ട്. അതുപോലെ തന്നെ കവർ ലെറ്റർ എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് തന്നെ. അത് റെസ്യൂമയുടെയും ടെംപ്ലേറ്റ്സ് എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചും CV വ്യത്യസ്തമായിട്ടുള്ളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് ജോബ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഗൈഡും അതുപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ലിങ്ക്ഡിൻ്റെ
റീവാമ്പ്, അതായത് പ്രൊഫൈൽ മോഡിഫൈ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്ന ഒരു സർവീസാണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം സർവീസസ് ഇവർക്ക് നമുക്ക് പ്രൈസിങ്ങിലൊന്ന് പോയി നോക്കാം. ഇവരുടെ ഫ്രീ പ്ലാനിൽ $0 നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 2 റെസ്യൂമേ ആൻഡ് കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് റെസ്യൂമേ സെക്ഷൻസേ ഉണ്ടാവുള്ളൂ. അതുപോലെ എൻഹാൻസ് CV എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു വാട്ടർമാർക്ക് എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾ $0 ഫ്രീ പ്ലാനിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാർട്ടർലി പ്ലാനിൻ്റെ $23 പെർ മന്ത് എന്നുള്ള പ്ലാന്, ആ പ്ലാനിലാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാം. ഒരു ATS ചെക്ക് ഉണ്ട്, റിയൽ ടൈം കണ്ടൻറ് സജഷൻ ഉണ്ട്, ഓൾ റെസ്യൂമേ ടെംപ്ലേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്, നോ ബ്രാൻഡിങ്. അങ്ങനെ അപ്പോൾ നിങ്ങൾ $23.3 മുടക്കിയാലും വർത്താണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ജോലി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് resume.com വെബ്സൈറ്റ്. ഇതും ഒരു AI പവേർഡ് റെസ്യൂമേ ബിൽഡറാണ്. അതിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എബിലിറ്റീസാണ് കാണുന്നതെങ്കിലും ഇതിലും ATS ട്രാക്കിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ കീവേഡ് സ്കാനിങ്ങും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതിലൂടെ യൂസർ ഫ്രണ്ട്ലി ആണ് മറ്റുള്ള സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് resume.com എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീയും പെയ്ഡ് ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. ഫ്രീ പ്ലാൻ തന്നെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമേ റിലവൻറ്റ് കീവേഡ് വെച്ച് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ഈ സോഫ്റ്റ്വെയറിന് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് വളരെ അധികം നമ്പർ ഉണ്ട്. അതായത് ഒരു ടെംപ്ലേറ്റ് ലൈബ്രറി എന്ന് പറയുന്നത് കുറേ അധികം ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫ്രീ കസ്റ്റമൈസേഷൻ വളരെ കുറച്ച് കുറവാണ്. പിന്നെ ജനറിക് റെസ്യൂംസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും കീവേഡ്സ് ജനറിക് ആയിട്ടുള്ള കീവേഡ്സാണ് ഇപ്പോൾ പല ടൈംസിലും അത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത എന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയറും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും ഇല്ല, നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഈ അവസാനത്തെ പ്ലാറ്റ്ഫോമായ resume.com വെബ്സൈറ്റിൽ പറയുന്നത്. കാരണം ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ATS ബീറ്റിങ്ങും അതുപോലെ തന്നെ ഫ്രഷറായിട്ടൊരാൾക്ക് എങ്ങനെ CV പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ തന്നെ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത് CV പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കും നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ, നിങ്ങൾ 1 to 5 എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടിങ് ഔട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതിനുശേഷം പോയി കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. ഇത് AI അസിസ്റ്റൻറ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് ചോദിക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ഫീൽഡിലുള്ള കണ്ടൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് അനുയോജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റുകൾ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് CV മാനിപ്പുലേറ്റ് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ചിലതൊക്കെ നിങ്ങൾക്ക് ഒരു CV കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ജോബിനും അനുസരിച്ച് നിങ്ങൾക്ക് CV മാറ്റി തന്നുകൊണ്ടേയിരിക്കും. വിത്തിൻ എ ക്ലിക്ക് 1 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും എടുക്കില്ല, ഒരു ക്ലിക്കിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ആ ജോബിനനുസരിച്ച് മാറ്റാനുള്ള എബിലിറ്റി ഉള്ള വെബ്സൈറ്റ് വരെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൽ ചിലപ്പോൾ $3 ആയിരിക്കും മന്ത്ലി ചാർജസ്. പക്ഷേ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആയി മാറുകയാണ് ആ $3 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും എനിക്ക് സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തോളുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളറിയാവുന്ന ആരെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. കാരണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ അവർക്ക് യൂസ്ഫുൾ ആയി മാറുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.